ബില്ലിൻ്റെ ലേഖനം സത്യസന്ധത ആഗസ്റ്റ് 1961 ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി ഭാഗം വായിക്കാം. വളരെയധികം സമയം ധ്യാനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരു സന്യാസ സമൂഹത്തിൽ അംഗമായ വളരെ നല്ലവനായ മറ്റൊരു സുഹൃത്ത് എനിക്കുണ്ട്. ധ്യാനപൂർവമായ അദ്ദേഹത്തിൻ്റെ വിചിന്തനത്തിൽ ബോധപൂർവമല്ലാത്ത ആത്മവഞ്ചനയുടെ അവസരങ്ങൾ അദ്ദേഹം കണ്ടു. നല്ലവരെന്ന് കരുതപ്പെടുന്നവരുടെ ആത്മാഭിമാനകരമായ ധാർമ്മിക ബോധം ഒരുപക്ഷെ ദുഷ്ടരായ ആളുകളുടെ നീചമായ പാപകൃത്യങ്ങളെക്കാൾ നാശകരമാണെന്ന് അദ്ദേഹം കരുതുന്നു. തന്മൂലം അദ്ദേഹം ദിവസേന തന്നിലേക്ക് തന്നെയും ദൈവത്തിലേക്കും തിരിയുന്നത് ഈ വിശ്വസ്തതയുടെ കാര്യത്തിൽ തൻ്റെ സ്ഥിതി എന്ത് എന്ന് മനസ്സിലാക്കുവാനാണ്. ഓരോ വിചിന്തനത്തിന് ശേഷവും ഈ കാര്യത്തിൽ തനിക്ക് ഏറെ ദൂരം പോകേണ്ടതുണ്ട് എന്ന അറിവിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ സത്യം പറയുന്നു അല്ലെങ്കിൽ മൗനം പാലിക്കുന്നു എന്നതിൽ നിന്ന് സ്വാഭാവികമായ വ്യക്തിത്വ സമഗ്രതയും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. പ്രോഗ്രാമിൻ്റെ 9-ാം പടി സത്യത്തെ ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ നമ്മെ ശ്രദ്ധാലുക്കളാക്കുന്നു. പ്രത്യക്ഷമായി പരിഹാരം ചെയ്യുന്നത് മൂലം അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി മറ്റുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. കാരണം സത്യം മുറിപ്പെടുത്തുന്നതിനേക്കാളുപരി സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന വലിയ തത്വമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യക്തിത്വ സമഗ്രതയുടെ വളർച്ചയിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. യിൽ നാം പരസ്പരം വളരെയധികം സംസാരിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളാണ് ഇത്തരം ആശയവിനിമയങ്ങളെ നന്മയോ തിന്മയോ ആക്കി തീർക്കുന്നത്. സൃഷ്ടിപരമായ ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ അത് മറ്റുള്ളവരെ ഒരിക്കലും മുറിപ്പെടുത്തുന്നില്ല. കാരണം സത്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. മറ്റൊരാളുടെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്നത് പോലെ സത്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത് സമഗ്രതയാണെന്ന് കരുതാനാവില്ല. മറ്റുള്ളവരുടെ തെറ്റുകളെ എടുത്തു കാണിച്ച് നമ്മെ തന്നെ ഉയർത്തിക്കാണിക്കുന്നതിന് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം ശരിയല്ല. സത്യം കൃത്യമായി ധരിപ്പിക്കുകയാണോ നമ്മുടെ ലക്ഷ്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ചില പ്രത്യേക അവസരങ്ങളിൽ നമ്മുടെ ശരിയായ ലക്ഷ്യങ്ങളെ എങ്ങനെ എളുപ്പത്തിൽ തീരുമാനിക്കുക സാധ്യമല്ല. ചിലപ്പോൾ കൂടുതൽ അപകടകരമായ സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതിനാൽ തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് മൗനം പാലിക്കേണ്ടി വരാം. എല്ലാം യുടെ നന്മയ്ക്ക് വേണ്ടി എന്നിങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നമ്മുടെ കരച്ചിലായി മാറാം. ഇത്തരത്തിലുള്ള സത്യമല്ലാത്ത വിധിന്യായങ്ങൾ ധാർമ്മിക രോഷം അടക്കി നിർത്തുന്നതാവാം. അപകടകരമായ സാഹചര്യങ്ങളിൽ ഒരു പ്രതിവിധി കണ്ടുപിടിക്കേണ്ടത് ഒരു സാധാരണ ആവശ്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പരീക്ഷ നമ്മൾ നമ്മെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുന്നത് വിവേകമായിരിക്കും. ഈ പ്രത്യേക സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സംഭവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പക്കലുണ്ടോ? നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമോ വിമർശനമോ ഈ കാര്യത്തിൽ ആവശ്യമുണ്ടോ? നമ്മൾ ഭയത്തിനും ദ്വേഷത്തിനും അടിമപ്പെടാതെ ക്രിയാത്മകമായാണോ പ്രതികരിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു സൂക്ഷ്മമായ പരിശോധനയിലൂടെ മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയിലേക്ക് വളരാനും ഇങ്ങനെ മാത്രമേ സാധിക്കൂ.